ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പാഠപുസ്തകത്തോടൊപ്പം ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് നമ്മളുടെ ഡിഗ്രി ലെവൽ സിലബസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അല്ലെങ്കിൽ വിവരാവകാശ നിയമം. നമ്മൾ ഇന്ന് വിവരാവകാശ നിയമത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട PSC റിപ്പീറ്റഡായി ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതിനു മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കൂടുതൽ PSC റിലേറ്റഡ് ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് ഈ ചാനലിൻ്റെ വിജയം. അപ്പോൾ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടുകൾക്കും നന്ദി. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് വിവരാവകാശ നിയമത്തെക്കുറിച്ചാണ്. എന്താണ് വിവരാവകാശ നിയമം എന്ന് പറയുന്നത്? ഏതൊരു ഇന്ത്യൻ പൗരനും പൊതു അതോറിറ്റിയിൽ നിന്നും വിവരങ്ങൾ അഭ്യർത്ഥിക്കുവാനായിട്ടുള്ളൊരു റൈറ്റ് ഉണ്ട്. അതാണ് വിവരാവകാശ നിയമം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു നിയമം അനുസരിച്ച് നമുക്ക് നമ്മളുടെ പൊതു ഭരണത്തെക്കുറിച്ചോ പൊതു അതോറിറ്റിയെക്കുറിച്ചോ ഉള്ള ഏതൊരു വിവരവും ആരായാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനായിട്ട് എന്ത് വിവരമാണോ നമുക്ക് അറിയേണ്ടത് ആ വിവരത്തിനായിട്ട് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട്. ഈ ഒരു അപേക്ഷ നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഒരു 30 ദിവസത്തിനുള്ളിൽ തന്നെ ആ പൊതു അതോറിറ്റി ഇതിനുള്ള ഉത്തരം നൽകേണ്ടതുണ്ട്. ഇത് ഈ വിവരാവകാശ നിയമത്തിലാണ് പറയുന്നത്. വിവരാവകാശ നിയമം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇന്ത്യൻ പാർലമെന്റിന്റെ ഒരു നടപടിയാണ്. ഇത് സർക്കാർ വിവരങ്ങൾക്കായിട്ടുള്ള പൗരന്മാരുടെ അഭ്യർത്ഥനകൾക്ക് സമയബന്ധിതമായിട്ട് അവർ ഉത്തരം നൽകേണ്ട ഒരു കടമ അവർക്കുണ്ട്. അപ്പോൾ ഈ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം നമ്മളുടെ ഇന്ത്യയിലെ ഏതൊരു പൗരനും ഏതൊരു വിവരവും അഭ്യർത്ഥിക്കുവാനായിട്ട് സാധിക്കും. ഇതിനുള്ള ഉത്തരം ഒരു 30 ദിവസത്തിനുള്ളിൽ തന്നെ ഇതിനുള്ള മറുപടി അവർ നൽകേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട PSC റിപ്പീറ്റഡായി ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വാസ് പാസ്ഡ് ഓൺ. അതായത് എന്നാണ് വിവരാവകാശ നിയമം പാസ്സായത്? ഉത്തരം ജൂൺ 15, 2005. ജൂൺ 15, 2005. അടുത്ത ചോദ്യം: റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറഞ്ഞാൽ എന്ന് മുതലാണ് നടപ്പിലാക്കി തുടങ്ങിയത്? അത് 12 ഒക്ടോബർ 2005. മൂന്നാമത്തെ ചോദ്യം: റൈറ്റ് ടു ഇൻഫർമേഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഫണ്ടമെന്റൽ റൈറ്റ്? അതായത് വിവരാവകാശ നിയമമില്ലേ, നമ്മുടെ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ ആ ഒരു വിവരാവകാശം നമ്മൾ ആരായുന്ന അത് ഏത് ഫണ്ടമെന്റൽ റൈറ്റിനെ കുറിച്ചാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്? ഉത്തരം ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. അടുത്ത ക്വസ്റ്റ്യൻ: ദി ഫസ്റ്റ് കൺട്രി ടു പാസ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പാസ്സാക്കിയ ആദ്യത്തെ കൺട്രി? ഉത്തരം സ്വീഡൻ. അടുത്ത ചോദ്യം: വാട്ട് ഈസ് ദ ഫീ ഫോർ ഗെറ്റിംഗ് ഇൻഫർമേഷൻ അണ്ടർ RTI ആക്ട്? വിവരാവകാശ നിയമപ്രകാരം നമുക്ക് ഇൻഫർമേഷൻസ് നമ്മൾക്ക് കൊടുക്കണമെങ്കിൽ അതിനൊരു ഫീസ് ഉണ്ട്. 10 രൂപ. 10 രൂപയാണ് അതിൻ്റെ ഫീസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം: സെൻട്രൽ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ, അതായത് CIC, സെൻട്രൽ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ ഈസ് അപ്പോയിന്റഡ് ബൈ. സെൻട്രൽ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? ഉത്തരം പ്രസിഡന്റ്. നെക്സ്റ്റ് ചോദ്യം: ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ടു പാസ് RTI ആക്ട്. നമ്മളുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പാസ്സാക്കിയത് എവിടെയാണ്? അത് ഏത് സ്റ്റേറ്റിലാണ്? ഉത്തരം തമിഴ്നാട്. അടുത്ത ചോദ്യം: ദി ഓർഗനൈസേഷൻ വിച്ച് വാസ് സ്ട്രഗിൾഡ് ഫോർ ദ ഡിമാൻഡ് ഫോർ RTI ആക്ട് ഇൻ ഇന്ത്യ. ഇന്ത്യക്ക് എന്താണ് ഒരു RTI ആക്ട് കൊണ്ടുവരണമെന്ന് ഡിമാൻഡ് ചെയ്ത് അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്ത ഓർഗനൈസേഷൻ ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. നെക്സ്റ്റ് ചോദ്യം: RTI ആക്ട് ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ സ്റ്റേറ്റ്സ് എക്സെപ്റ്റ്. അതായത് നമ്മുടെ വിവരാവകാശ നിയമം എല്ലാ സ്റ്റേറ്റുകൾക്കും ബാധകമാണ്. പക്ഷേ ഏതിനാണ് ബാധകമല്ലാത്തത്? ജമ്മു ആൻഡ് കാശ്മീർ ആണ് കേട്ടോ, ജമ്മു ആൻഡ് കാശ്മീർ. അടുത്ത ചോദ്യം: ദ ഫൗണ്ടർ ഓഫ് മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ ഇൻ രാജസ്ഥാൻ. അപ്പോൾ രാജസ്ഥാനിൽ മസ്ദൂർ കിസാൻ ശക്തി സംഗതന്റെ ഫൗണ്ടർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം അരുണ റോയ്. അടുത്ത ചോദ്യം:
ദ ഫസ്റ്റ് സെൻട്രൽ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ സെൻട്രൽ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണ്? ഉത്തരം വജാഹത്ത് ഹബീബുള്ള. പഠിച്ചു വെക്കുക, വജാഹത്ത് ഹബീബുള്ള. നെക്സ്റ്റ് ചോദ്യം, ടു ഗെറ്റ് ആൻ ഇൻഫർമേഷൻ ആൻ ആപ്ലിക്കേഷൻ ഷുഡ് ബി ഗിവൺ ടു. നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ആർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്? ഉത്തരം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഓർ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിനോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിനോ ആണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അടുത്ത ചോദ്യം, ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ ഈസ് സിറ്റുവേറ്റഡ് അറ്റ്. നമ്മുടെ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഉത്തരം ഓഗസ്റ്റ് ക്രാന്തി ഭവൻ, ന്യൂഡൽഹി. ഓഗസ്റ്റ് ക്രാന്തി ഭവൻ ന്യൂഡൽഹിയിലാണ് നമ്മളുടെ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇരിക്കുന്നത്. അടുത്ത ചോദ്യം, ദ ഫസ്റ്റ് വുമൺ സെൻട്രൽ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ സെൻട്രൽ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ വനിതയായിട്ടുള്ള, അതായത് ഇന്ത്യയിലെ ആദ്യത്തെ വുമൺ സെൻട്രൽ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണ്? ഉത്തരം ദീപക് സന്ധു. ആരാണ്? ദീപക് സന്ധു. അടുത്ത ചോദ്യം, കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ വാസ് ഫോംഡ് ഓൺ. എന്നാണ് കേരളത്തിൽ ഇൻഫർമേഷൻ കമ്മീഷൻ ഉണ്ടായത്? സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ വന്നത് അത് 19 ഡിസംബർ 2005. അടുത്ത ചോദ്യം, ദ സ്റ്റേറ്റ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആൻഡ് ദ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ ടു ബി അപ്പോയിന്റഡ് ബൈ. അതായത് നമ്മളുടെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയും അതുപോലെ തന്നെ അതർ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷണറെയും അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? ഗവർണറാണ് കേട്ടോ. അടുത്ത ചോദ്യം, കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ ഹാസ് ബീൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ അണ്ടർ ദ സെക്ഷൻ ഓഫ് ദ RTA ആക്ട്. നമ്മുടെ കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷണർ ഹാസ് ബീൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഏത് സെക്ഷനിലാണ് അത് വരുന്നത്? RTA ആക്ട്. അതായത് 15(1) കേട്ടോ. അടുത്ത ചോദ്യം, ദി ഫസ്റ്റ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഓഫ് കേരള. കേരളത്തിന്റെ ആദ്യത്തെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണ്? ഉത്തരം പാലാട്ട് മോഹൻദാസ്. അടുത്ത ചോദ്യം, ടു ഗെറ്റ് ആൻ ഇൻഫർമേഷൻ ആൻ ആപ്ലിക്കേഷൻ ഷുഡ് ബി ഗിവൺ ടു. നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഏതാണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ ആണ് നമ്മൾ വിവരങ്ങൾ ആരാഞ്ഞുകൊണ്ട് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അടുത്ത ചോദ്യം, ഇൻ നോർമൽ കേസ് ആപ്ലിക്കൻ ക്യാൻ ഒബ്റ്റെയിൻ ദ ഇൻഫർമേഷൻ വിത്തിൻ ഡാഷ് ഡേയ്സ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, 30 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് വിവരങ്ങൾ ലഭിക്കാറുണ്ട്. അടുത്ത ചോദ്യം, ഇൻ എ മാറ്റർ ഓഫ് ലൈഫ് ഓർ ലിബർട്ടി ഓഫ് എ പേഴ്സൺ ആപ്ലിക്കൻ ക്യാൻ ബി ഒബ്റ്റെയിൻ ദ ഇൻഫർമേഷൻ വിത്തിൻ ഡാഷ് അവേഴ്സ്. ഇൻ എ മാറ്റർ ഓഫ് ലൈഫ് ഓർ ലിബർട്ടി ഓഫ് എ പേഴ്സൺ ആപ്ലിക്കൻ ക്യാൻ ഒബ്റ്റെയിൻ ഇൻഫർമേഷൻ വിത്തിൻ ഡാഷ് അവേഴ്സ്. അതായത് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെയോ അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തെയോ സംബന്ധിച്ച കാര്യങ്ങൾക്കുള്ള അപേക്ഷയാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഉത്തരം ഒരു 48 മണിക്കൂറിനുള്ളിൽ ലഭിക്കണം എന്നുണ്ട്. ഓക്കെ, അല്ലാതെ നമ്മൾ സാധാരണ ഒരു കാര്യത്തിനാണെങ്കിലും 30 ദിവസത്തിനുള്ളിൽ നമുക്ക് അതിൻ്റെ മറുപടി ലഭിക്കണം. ഓക്കെ, അടുത്ത ചോദ്യം, ദി ഫസ്റ്റ് അപ്പീൽ ഷുഡ് ബി ഫീൽഡ് വിത്തിൻ ഡേയ്സ് ഫ്രം ദ ഡിസിഷൻ ഓഫ് PIO. നമുക്കതിൻ്റെ ഫസ്റ്റ് അപ്പീൽ എപ്പോഴാണ് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത്? 30 ദിവസത്തിനുള്ളിലാണ് കേട്ടോ. അടുത്ത ചോദ്യം, ദി സെക്കൻഡ് അപ്പീൽ ഷുഡ് ബി ഫയൽഡ് വിത്തിൻ ഡാഷ് ഡേയ്സ് ഫ്രം ദ ഡിസിഷൻ ഓഫ് PIO. 90 ദിവസമാണത്. അടുത്ത ചോദ്യം, ദ ടേം ഓഫ് ദ സെൻട്രൽ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ. സെൻട്രൽ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷന്റെ കാലാവധി എത്രയാണ്? 5 ഇയേഴ്സോ അല്ലെങ്കിൽ അണ്ടിൽ 65 ഇയേഴ്സ് ഓഫ് ഏജ് വിച്ചെവർ ഈസ് ഏർലിയർ. അതായത് ഒന്നെങ്കിൽ 5 വർഷത്തെ കാലാവധി അല്ലെങ്കിൽ 65 വയസ്സ് ആകുന്നതിന് മുൻപായിട്ട് റിട്ടയർഡ് ആകാറുണ്ട്. അടുത്ത ചോദ്യം, ദി സെക്കൻഡ് സെൻട്രൽ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സെക്കൻഡ് സെൻട്രൽ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണ്? N. തിവാരിയാണ് കേട്ടോ. ആരാണ്? N. തിവാരി. N. തിവാരിയാണ് ഇന്ത്യയുടെ സെക്കൻഡ് സെൻട്രൽ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായി നിയമിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, ദ സെക്കൻഡ് വുമൺ സെൻട്രൽ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിലെ വുമൺ സെൻട്രൽ ചീഫ് ഇൻഫർമേഷൻ സെക്കൻഡ് വുമൺ ചീഫ് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണ്? ഉത്തരം സുഷമ സിംഗ്.
അടുത്ത ചോദ്യം, ദ സെൻട്രൽ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, AN തിവാരി. അടുത്ത ചോദ്യം, ദ ഫസ്റ്റ് സെൻട്രൽ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരായിരുന്നു? ഉത്തരം രാധാകൃഷ്ണ മാത്തൂർ. അടുത്ത ചോദ്യം, മെയിൻ ഓർഗനൈസേഷൻ എക്സംപ്റ്റഡ് ഫ്രം ദ RTI. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വഴി നമുക്ക് വിവരങ്ങൾ ആരായാനായിട്ട് കഴിയാത്ത, അതായത് നമുക്ക് അതിൻ്റെ കീഴിൽ വരാത്ത കുറച്ച് ഓർഗനൈസേഷൻസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്റലിജൻസ് ബ്യൂറോ, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്. ഇവിടങ്ങളിലേക്കുള്ള വിവരങ്ങൾ നമുക്ക് ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിന്റെ കീഴിൽ വരത്തില്ല. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ദ സെൻട്രൽ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആൻഡ് ദ സെൻട്രൽ ചീഫ് കമ്മീഷണേഴ്സ് ടു ബി അപ്പോയിന്റഡ് ബൈ. ആരാണ് സെൻട്രൽ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയും സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷണറെയും അപ്പോയിന്റ് ചെയ്യുന്നത്? അത് പ്രസിഡന്റ് ആണ്. ഉത്തരം പ്രസിഡന്റ്. ഓക്കെ. അതുപോലെ തന്നെ അടുത്ത ചോദ്യം, കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ വാസ് ഫോംഡ് ഓൺ. എന്നാണ് കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ വന്നത്? 19 ഡിസംബർ 2005 എന്നാണ്. 19 ഡിസംബർ 2005. കുറേയൊക്കെ റിപ്പീറ്റഡ് ചോദ്യങ്ങളാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ദ പ്രസന്റ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഓഫ് കേരള. കേരളത്തിന്റെ പ്രസന്റ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണ്? ഉത്തരം ശ്രീ NC ശ്രീനിവാസ. ശ്രീ NC ശ്രീനിവാസ. അപ്പോൾ നമ്മൾ ഇന്ന് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിനെ കുറിച്ചാണ് പഠിച്ചത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു 35 ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ ചോദ്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് ഇനി വരുന്ന പരീക്ഷകളിൽ യൂസ്ഫുൾ ആയിരിക്കും. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ PSC റിലേറ്റഡ് ക്ലാസ്സുകൾക്കായിട്ട് ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുവാനും മറക്കരുത്. നമ്മൾക്ക് ഈ ചാനലിൻ്റെ ഒരു ടെലഗ്രാം ചാനൽ കൂടിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ചാനലിൽ കൂടി ജോയിൻ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഫേസ്ബുക്കിൽ 3 പേജസ് നമുക്കുണ്ട്. ആ പേജസിലും കൂടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.